ഈ ലോകത്ത് നമുക്ക് എത്ര കാലം ജീവിക്കാൻ കഴിയുമെന്ന് ഉറപ്പിക്കാൻ സാധ്യമല്ല. പലരും 50, 60, 70 കഴിയുമ്പോഴേക്ക് മരിക്കുകയാണ്. വളരെ തുച്ഛം പേര് 80 വയസ്സ് വരെ, 100 വയസ്സ് വരെ, അതിനപ്പുറത്തേക്ക് നീങ്ങുന്നവരുടെ എണ്ണം വളരെ വിരളമാണ്. എങ്കിൽ എത്ര കാലം ഇവിടെ ജീവിച്ചാലും അതെത്ര കുറച്ചാവട്ടെ കൂടുതലാവട്ടെ, ഈ ആശയം എന്റെയും നിങ്ങളുടെയും കൽബിലേക്ക് തുളച്ചു കയറിയാൽ എന്റെയും നിങ്ങളും ജീവിതം ചിട്ടമാവില്ലേ? പക്ഷേ നമ്മുടെ കൽബിലേക്ക് ഈ ആശയം തുളച്ചു കയറുന്നില്ല. മരിക്കണമെന്ന ചിന്ത വരുന്നില്ല. യജമാനനായ റബ്ബിന്റെ അരികിലേക്ക് എന്നും നിങ്ങളും മടക്കപ്പെടുമെന്ന ചിന്ത എന്നും നിങ്ങളും കൽബിലേക്ക് കയറുന്നില്ല. റബ്ബ് തആല പറയാ, വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർളി. ഓ മനുഷ്യരേ, നിങ്ങളെന്താ ചിന്തിക്കാത്തത്? എനിക്കല്ലേ ആകാശലോകത്ത് അധികാരം, എനിക്കാണ്. ആകാശം തൊട്ട് ഭൂമി വരെ നിയന്ത്രിക്കുന്ന നിയന്ത്രാവാണ് ഞാൻ. അൽ മുദബ്ബിറു ജല്ല ജലാൽ. ആകാശം തൊട്ട് ഭൂമി വരെ മുഴുവൻ നിയന്ത്രണവും അല്ലാഹുവിന്റെ അരികിലാ. ആ പടച്ച റബ്ബിന്റെ അരികിലേക്ക് മുഴുവൻ ജനങ്ങളെയും മടക്കപ്പെടുന്നു. മർജിഉൽ ഖലായിഖി കുല്ലുഹാ ഇലല്ലാഹ്. എല്ലാ സൃഷ്ടികളെയും അല്ലാഹുവിലേക്ക് മടക്കപ്പെടും. ഫയുജാസി കുല്ലു അഹദിൻ ബിഇൽമിഹി. ഓരോരുത്തരെയും അല്ലാഹു ഓരോരുത്തരും ചെയ്തിട്ടുള്ള അവന്റെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം നാളെ അല്ലാഹു മഹ്ശറിൽ വെച്ച് നൽകും. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, നമ്മളൊരിക്കലും നമ്മുടെ ജീവിതം മരണത്തോടെ അവസാനിക്കുന്നില്ല. എന്ന് പറയപ്പെടുന്നത് ആരോടാ? മനുഷ്യരല്ലാത്ത മറ്റു ജീവികളോടാണ് അല്ലാഹു പറയുന്നത്. കുനൂ തുറാബൻ, നിങ്ങൾ മണ്ണാണ്. അവർക്ക് അവരുടെ കിസാസടിക്കാനുള്ള പ്രതികാരങ്ങളൊക്കെ കഴിഞ്ഞാൽ അവരോട് പറയും, കുനൂ തുറാബ, നിങ്ങൾ മണ്ണായിക്കോളൂ. ഫതസീറു തുറാബൻ. അപ്പോൾ അവരൊക്കെ, എല്ലാ ജീവികളും അവരുടെ ഹിസാബിന് ശേഷം അവർ മണ്ണായി മണ്ണിനോട് ലയിച്ചു ചേരുകയാണ്. പക്ഷേ മനുഷ്യരാകുന്ന നമ്മൾ പിന്നീട് മരണമില്ല.